Welcome to class on electrostatics, ES number 8 for class 2 students, HSC, CBSE and ISC students. This is application of Go-Slow, the second application of Go-Slow. In the present syllabus, two applications are given. The first one is line of charge, infinite line of charge, and second is infinite plane sheet of charge. In this discussion, we see application of Gauss law, infinite plane sheet of charge. And the title is application of Gauss law, second application. Only two applications in the syllabus for the CBSE syllabus. And here, application of Gauss law. This is application number 2. You correct as 2. E due to a plane sheet of charge, or exactly E due to an infinite plane sheet of charge. ഒരു ഷീറ്റാണ് തന്നിരിക്കുന്നത്. അത് ഇൻഫിനിറ്റ് ഡയമെൻഷനാണ്, ലെങ്തും ബ്രെഡ്ത്തും കൂടുതലുള്ള ഒരു ഷീറ്റാണ്. അത് ഈ ബോർഡിന് അല്ലെങ്കിൽ നമ്മുടെ ഈ സ്ക്രീനിന് പെർപെൻഡിക്കുലറായിട്ടിരിക്കുകയാണ്. ഇൻഫിനിറ്റ് ഡയമെൻഷനാണ്. അപ്പോൾ ഇൻഫിനിറ്റ് ഡയമെൻഷൻ ആകുമ്പോൾ ചാർജ് പറയാനായിട്ട് നമ്മളൊരു സിഗ്മ ടേൺ ഡിഫൈൻ ചെയ്യും. സിഗ്മ ഈസ് എ ചാർജ് പെർ യൂണിറ്റ് ഏരിയ. സിഗ്മ ഈസ് എ ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ഈ ഷീറ്റിൻ്റെ തൊട്ട് മുമ്പിൽ നമുക്ക് ആറകലെ ഈ ഇക്വേഷനിൽ വരുന്നില്ല, അതുകൊണ്ട് പടത്തിൽ കാണിച്ചിട്ടില്ല. ആറകലെ ഒരു പോയിന്റ് പി എടുത്താൽ അവിടെ പി ഡാഷ് നോക്കുക, അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് പി എന്ന് പറയുന്നത്. പി എടുത്താൽ അവിടെയുള്ള ഫീൽഡാണ് കാണേണ്ടത്. അതിന് നമ്മളൊരു ഗോഷ്യൻ സർഫസ് വിചാരിക്കണം. എന്താണ് ഗോഷ്യൻ സർഫസ് എന്ന് നോക്കാം നമുക്ക്. The figure is repeated. When you write in notes, you draw figure only once. അപ്പോൾ നമ്മൾ ഈ പിയിലുള്ള ഇലക്ട്രിക്കൽ ഇൻറ്റൻസിറ്റി കാണാൻ നമ്മൾ ഗോഷ്യൻ സർഫസ് വിചാരിക്കുകയാണ്. എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം നമുക്ക്. കൺസിഡർ എ തിൻ നോൺ കണ്ടക്ടിങ് ഇൻഫിനിറ്റ്. യു റിമെമ്പർ ഇറ്റ് ഇസ് ഇൻഫിനിറ്റ് ഷീറ്റ് ഓഫ് ചാർജ്. ലെറ്റ് സിഗ്മ സ്മോൾ സിഗ്മ ബി ദി സർഫസ് ചാർജ് ഡെൻസിറ്റി. ദ മീനിങ് ഈസ് ഇറ്റ് ഇസ് എ ചാർജ് പെർ യൂണിറ്റ് ഏരിയ. let P be a point at a distance r from the sheet. We have to find E at P. It is evident. അതായത് ഒരു ഇൻഫിനിറ്റി നോൺ കണ്ടക്ടിങ് ഷീറ്റ് വിചാരിക്കുക. സിഗ്മയാണ് ചാർജ് പെർ യൂണിറ്റ് ഏരിയ. പി ഒരു പോയിൻ്റാണ് ജസ്റ്റ് ഫ്രണ്ടിൽ. ആറകലെ ആറ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, കാരണം ഫോർമുലയിൽ വരത്തില്ല. പി എന്നുള്ള പോയിന്റ് എടുത്തിരിക്കുന്നത് ആ പിയിലുള്ള ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇയുടെ വാല്യൂ. അപ്പോൾ അത് ഗോസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഗോഷ്യൻ സർഫസ് സൗകര്യപ്രദമായിട്ട് വിചാരിക്കണം. എ കൺവീനിയൻറ്റ് ഗോഷ്യൻ സർഫസ് ഈസ് എ പിൽ ബോക്സ് ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ ds ആൻഡ് ഹൈറ്റ് 2r അറേഞ്ച്ഡ് ടു പിയേഴ്സ് ദ പ്ലെയിൻ ആസ് ഷോൺ. അപ്പോൾ ഗോഷ്യൻ സർഫസ് നമ്മൾ വിചാരിക്കുന്നത് ഒരു പിൽ ബോക്സ് ആയിട്ടാണ്. പിൽ ബോക്സ് എന്ന് പറഞ്ഞാൽ പണ്ട് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. സിലിണ്ടർ എന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോൾ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ മനസ്സിലാകുള്ളൂ. പിൽ ബോക്സ് എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലാകത്തില്ല. എങ്കിലും അത് ഈ ലാംഗ്വേജിൽ പിൽ ബോക്സ് എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യന് പരിചയമുള്ള ഒരു സാധനം പിൽ ബോക്സ്. ഒരു പിൽ ബോക്സ് അല്ലെങ്കിൽ സ്മോൾ സിലിണ്ടർ ഈ ഷീറ്റിനകത്ത് കൂടി പീസ് ചെയ്യുന്നതായിട്ട് വിചാരിക്കണം. 6 മുന്നോട്ടും 6 പിന്നോട്ടും. പിന്നിലുള്ള പോയിന്റ് നേരം സിമെട്രിക്കായിട്ട് പി ഡാഷ് വരും. എ കൺവീനിയന്റ് ഗോഷ്യൻ സർഫസ് ഇസ് എ പിൽ ബോക്സ് of cross-sectional area ds and height 2r, length 2r arranged to pierce the plane as shown. ആ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ചെറിയ സിലിണ്ടർ ഗോഷ്യൻ സർഫസ് നിർമ്മിക്കാൻ വേണ്ടി വിചാരിക്കുക. Again the figure is repeated. You can see the figure once again. The point P dash, that is behind the sheet. The point P dash is a symmetrical with P on the other side of the sheet. From symmetry, electrical field points at right angles to the end caps and away from the plane. അപ്പോൾ ഷീറ്റിൻ്റെ കേസിൽ നമ്മൾ വിചാരിച്ച ആ സിലിണ്ടറെ എൻഡ് ക്യാപ്പിലൂടെയാണ് ഫ്ലെക്സ് പോകുന്നത്. കാരണം ഷീറ്റ് പെർപെൻഡിക്കുലറാണ്. അതായത് സിലിണ്ടറിൻ്റെ കറൂഡ് സർഫസിലൂടെ ഒരു ഫ്ലെക്സും സഞ്ചരിക്കില്ല. കാരണം നോർമലായിട്ടാണ് ഫ്ലെക്സ് പോകുന്നത്. അതുകൊണ്ട് ഏരിയ ഓഫ് ഗോഷ്യൻ സർഫസ് എടുക്കുമ്പോൾ ഈ പിൽ ബോക്സിൻ്റെ മുന്നിലും പുറകിലുമുള്ള ഏരിയ മാത്രം ds ഉം ds ഉം മാത്രം കൂട്ടിയെടുത്താൽ മതി.
അല്ലാതെ സിലിണ്ടറിൻ്റെ കർവ്ഡ് ഏരിയ എടുക്കേണ്ട ഈ കേസിൽ. Gauss theorem is, we know Gauss theorem. Phi is equal to surface in E dot d is 1 by epsilon 0 q. The definition of flux and Gauss theorem are incorporated here. Since q is sigma ds, you know q is sigma ds, charge per unit area into area of the portion of this end cap of the cylinder that we take on the sheet. Q is sigma ds, that is phi is equal to 1 by epsilon 0 sigma ds. In this case, the charge on the area ds is sigma ds, so phi is equal to 1 by epsilon 0 q, we can mark as 1 by epsilon 0 sigma ds, equation number 1. But you remember what is definition? Phi is surface integral E dot ds. E we can take in front of integral sign. Phi is E integral ds, that is E into 2 ds. Because integral ds is area of Gaussian surface, the area through which the flux lines pass. Ds in front and ds in back. The total area ds plus ds, the area of the end caps of the pillbox we imagined. Equate 1 and 2. Both the terms are phi, so we can equate 1 and 2. We get E into 2 ds is 1 by epsilon 0 sigma ds, as E is equal to 1 by 2 epsilon 0 sigma. This is the field due to an infinity plane sheet of charge, and you understand E is independent of the distance of the point from the sheet. അപ്പോൾ ഇവിടെ ഇതാണ് ഇൻഫിനിറ്റി പ്ലെയിൻ ഷീറ്റ് ഉണ്ടാക്കുന്ന ഫീൽഡ് ഇക്വേഷൻ. ഈസ് 1 by 2 epsilon 0 സിഗ്മ. ഇത് ആർ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഷീറ്റിന് തൊട്ട് മുമ്പിലും ഷീറ്റിൽ നിന്ന് അല്പം മാറിയാണെങ്കിലും ഇലക്ട്രിക്കൽ ഫീൽഡ് സെയിം ആയിരിക്കും. ഇലക്ട്രിക്കൽ ഫീൽഡ് വെരി ക്ലോസ് ടു ആൻ ഇൻഫിനിറ്റി പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ആൻഡ് at a small distance or at a large distance compared to the previous one, the field is same. That is, E is 1 by 2 epsilon 0 sigma. Field is independent of the distance r. This is an important question, a long answer question for all examinations. This is the question: state and prove Gauss theorem. Apply the theorem to find electrical intensity due to an infinity plane sheet of charge. You have to write the theorem, the proof, and this application. Infinity plane sheet. Only 2 applications. There are a number of applications for Gauss theorem, and we have to study. We need only study 2 applications. And there are 2 related problems from this. And this is previous board examination question. 2 problems. Problem number 1 is first. 2 parallel plates A and B placed at a short distance d apart. A is charged and B is earth connected. What is the field between the plates? ഇപ്പോൾ 2 പ്ലേറ്റ് എയും ബി ഉണ്ട്. എക്ക് നമ്മൾ ചാർജ് പ്ലസ് സിഗ്മ, ചാർജ് പെർ യൂണിറ്റ് ഏരിയ പ്ലസ് സിഗ്മ കൊടുക്കും. ബി എർത്ത് കണക്ട് ചെയ്യും. അപ്പോൾ ഇടയ്ക്കുള്ള പോയിന്റ് പി എടുത്താൽ അവിടെ ഫീൽഡ് എന്താണ്? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിന്നീട് അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്ന പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിളാണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ 2 പ്ലേറ്റ്സ് ആണ്, എയും ബിയും. എയിലാണ് പോസിറ്റീവ് ചാർജ് കൊടുക്കുന്നത്, ബി എർത്ത് കണക്ട് ചെയ്യും. അപ്പോൾ പിയിലെ ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ബി എർത്ത് കണക്ട് ചെയ്യുമ്പോൾ ഇൻഡക്ഷൻ മൂലം ഒരു മൈനസ് സിഗ്മ ചാർജ് ബിയിൽ ഉണ്ടാകും എന്ന് ഓർക്കുക. ഡ്യൂ ടു ഇൻഡക്ഷൻ എ മൈനസ് സിഗ്മ ചാർജ് ഈസ് ഫോംഡ് ഓൺ ബി. യു റിമെമ്പർ ബി ഈസ് എർത്ത് കണക്റ്റഡ്. Then the figure is once again repeated. At B, the field due to the plate A is towards the right, and the field due to B is towards left. അപ്പോൾ പി എന്നുള്ള പോയിന്റിൽ പടം നോക്കുക. പി എന്നുള്ള പോയിന്റിൽ എയുടെ ഫീൽഡ് വലത്തോട്ടും ബിയുടെ ഫീൽഡ് ഇടത്തോട്ടും ആയിരിക്കും.
Therefore, total field E is equal to E1 minus E2 since two fields are opposing. Therefore, E is equal to first plate 1 by 2 epsilon 0 sigma minus 1 by 2 epsilon 0 sigma. The meaning is the field due to second plate is minus 1 by 2 epsilon 0 sigma because charge on it is negative. And the first minus sign is opposing field. That is why two minus signs are coming there. We can take 1 by 2 epsilon 0 sigma out. So we get 1 by 2 epsilon 0 sigma into 1 plus 1. ആ ഫീൽഡ് കിട്ടുന്നതിൽ മനസ്സിലാക്കുക. അതായത് ഒന്നാമത്തെ പ്ലേറ്റ് അതിൻ്റെ വലതുവശം 1 by 2 epsilon 0 സിഗ്മ ഉണ്ടാക്കും. രണ്ടാമത്തെ പ്ലേറ്റ് അതിൻ്റെ ഇടതുവശം ഉണ്ടാക്കുന്ന ഫീൽഡ് -1 by 2 epsilon 0 സിഗ്മയാണ്. പിന്നെ ചാർജ് കൂടി മൈനസാണ്. അപ്പം അങ്ങനെയാണ് രണ്ട് മൈനസ് വരുന്നത്. E1 മൈനസ് E2 എടുക്കുമ്പോൾ രണ്ടാമത്തെ E2വിൻ്റെ വാല്യൂ മൈനസ് എടുക്കണം. സെക്കൻഡ് പ്ലേറ്റിലെ ചാർജ് മൈനസാണ്. അതുകൊണ്ടാണ് രണ്ട് മൈനസ്. ഒന്നാമത്തെ മൈനസ് ഒപ്പോസിറ്റിനെ കാണിക്കും, ലെഫ്റ്റ് സൈഡ് ഒപ്പോസിറ്റ് കാണിക്കും. രണ്ടാമത്തെ മൈനസ് പ്ലേറ്റിലെ ചാർജ് മൈനസാണെന്ന് കാണിക്കും. അങ്ങനെ രണ്ട് മൈനസാണ് വരുന്നത്. അങ്ങനെ കൂട്ടുമ്പോൾ സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടും. അപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റി പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ഈ പ്രൂഫ് നമ്മൾ പറയത്തില്ല. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റിയിൽ ഇൻ ബിറ്റ്വീൻ പോയിന്റ് ഫീൽഡ് പറയണം. നിങ്ങൾ നേരിട്ട് പറയും ബൈ ഗോസ് തിയറം ഇറ്റ് ക്യാൻ ബി ഷോൺ ദാറ്റ് ഈസ് 1 by epsilon 0 സിഗ്മ. അതുകൊണ്ട് നമ്മൾ നേരിട്ട് എഴുതി പോവുകയാണ്. പിന്നെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റി അറ്റ് എ പോയിന്റ് ദ ഫീൽഡ് ഈസ് ഗിവൺ ബൈ 1 by epsilon 0 സിഗ്മ അങ്ങനെ എഴുതും. അല്ലാതെ അതിൻ്റെ പ്രൂഫൊന്നും പറയത്തില്ല. ആ പ്രൂഫാണ് ഈ പ്രോബ്ലത്തിൽ കൊടുത്തിരിക്കുന്നത്. സോ if two plates are taken, one is given positive charge and other is earth connected, the field in between is 1 by epsilon 0 sigma. This is the principle of parallel plate capacitor. Now there is another problem. A flat sheet of copper carries a charge density of sigma coulomb per meter square on each face. Using Gauss law, find the electrical intensity just outside this sheet. അപ്പോൾ ഒരു ഷീറ്റുണ്ട്, ഒറ്റ ഷീറ്റേ ഉള്ളൂ, രണ്ട് ഷീറ്റൊന്നുമില്ല. ഒറ്റ ഷീറ്റ് നമ്മൾ സിഗ്മ ചാർജ് കൊടുക്കും. അപ്പോൾ രണ്ട് പുറത്തും സിഗ്മ ചാർജ് വീതം ഉണ്ടാകും. എന്താണ് പിയിലെ ഫീൽഡ്? ദാറ്റ് വി ക്യാൻ ഫൈൻഡ്. Electrical intensity due to an infinity plate sheet of charges is 1 by 2 epsilon 0 sigma. That we know. This is the field due to charge, sigma charge density. In the given case, charge density is 2 sigma on both sides. We take a charge on both sides. So E is 1 by 2 epsilon 0 2 sigma. That is 1 by epsilon 0 sigma. So when there is a connecting plate, on either side there will be charge. So we have to take 2 sigma. So E is equal to 1 by 2 epsilon 0 into 2 sigma is equal to 1 by epsilon 0 sigma. That is the answer. And that is all with our 8th lecture on electrostatics for class 12 students. Physics, electrostatics, application goes through. That is all. Thank you very much.